Good afternoon, all. Good afternoon, ma'am. Good afternoon. Good afternoon. നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ ഹിസ്റ്ററി ആൻഡ് എവല്യൂഷൻ ഓഫ് ഹെൽത്ത് കെയർ സിസ്റ്റത്തെ കുറിച്ചിട്ടായിരുന്നു ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് ആണ്. നിങ്ങൾ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡിനെ കുറിച്ച് ഡിപ്ലോമയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഇതിൽ ഫീച്ചേഴ്സ് ഫങ്ഷൻസ് ആണ് പറയുന്നത്. ഫസ്റ്റ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ് EHR അല്ലെ? ഈ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് EHR സ്റ്റോർസ് പേഷ്യന്റ് ഡാറ്റാസ് ഇലക്ട്രോണിക്കലി. നമ്മുടെ പേഷ്യൻസിനെ കുറിച്ചിട്ടുള്ള ഡാറ്റാസ് നമ്മൾ ഇലക്ട്രോണിക്കലി സ്റ്റോർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്. Helps the doctor assess the patient information when needed. ഡോക്ടേഴ്സിനും മെഡിക്കൽ ഓഫീഷ്യൽസിനും നമുക്ക് പേഷ്യൻസിന്റെ ഇൻഫർമേഷൻസ് എപ്പോൾ വേണമെങ്കിലും അസസ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൽ നിന്ന് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡിന് allows the doctors to enter orders directly using CPOE. നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് പ്രൊവൈഡർ ഓർഡർ എൻട്രി യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓർഡേഴ്സ് കാര്യങ്ങൾ ഡയറക്റ്റ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡോക്ടേഴ്സിന് കൊടുക്കാൻ അലൗ ചെയ്യാനായിട്ട് പറ്റും. ഇതില് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് നമുക്ക് അലേർട്സ്, റിമൈൻഡേഴ്സ്, ലേറ്റസ്റ്റ് റിസർച്ച് ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൊടുക്കാനായിട്ട് പറ്റും. നമ്മൾ അലേർട്ട് ചെയ്യാൻ പറ്റും. ഇന്ന റിമൈൻഡർ വെക്കാൻ പറ്റും. ഇനി ഇന്നാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്. മെസ്സേജ് ഒക്കെ പോലെ നമ്മുടെ ഫോണിലേക്ക് വരും. ഈ ലാസ്റ്റ് ഡേറ്റ് ഇന്ന ദിവസം നമ്മൾ ഇന്ന ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മുടെ ഫോണിലേക്കൊക്കെ റിമൈൻഡേഴ്സ് ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. മെസ്സേജ് പോലെ വരുന്ന രീതിയിൽ. ആൻഡ് റീപ്ലേസ് ഹാൻഡ് റിട്ടൺ ഓർ വെർബൽ പ്രിസ്ക്രിപ്ഷൻ. നമ്മൾ പണ്ടെന്ന് വെച്ചാൽ ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള പ്രിസ്ക്രിപ്ഷനും കാര്യങ്ങളായിരുന്നു. അതെല്ലാം നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് ഈ ഒരു മെത്തേഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ വെർബൽ പ്രിസ്ക്രിപ്ഷൻ നമ്മൾ ഓറലി പറയുന്ന കാര്യങ്ങളായിരുന്നു. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാനായിട്ട്. ആക്ച്വലി വെർബലായിട്ട് പറയുന്നത് ഇലക്ട്രോണിക്കലി എല്ലാത്തിലും റെക്കോർഡ് നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും. Can allow the doctors about duplicate lab test. എന്നുള്ള ലാബ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ മാനുവലി ആണെങ്കിൽ അദ്ദേഹം ഇങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ സജസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊന്നും പറയാൻ പറ്റില്ല. ഡോക്ടേഴ്സിന് എന്തോരം പേഷ്യൻസിനെ കാണുന്നതാണ്, അവർക്കത് മാനുവലി വീഡിയോ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊന്നും അറിയാൻ പറ്റില്ല. പക്ഷേ നമ്മള് എന്താ പറയാ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡിൽ വീണ്ടും ഈ ടെസ്റ്റ് പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ അപ്പൊ അവിടെ അലർട്ട് വരും. എന്താണ്? ഓൾറെഡി ടെസ്റ്റ് റിസൾട്ട് ചെയ്തിട്ടുണ്ട്, അതിന്റെ റിസൾട്ട് അപ്ലോഡ് ആയിട്ടുണ്ടെന്ന് പറയും. ഒരു അലർട്ട് വരും. പിന്നെ പേഷ്യൻസിന് ഏതെങ്കിലും ഡ്രഗ്സ്, ഏതെങ്കിലും മെഡിസിൻസിന് അലർജി ഉണ്ടെങ്കിൽ അതും നമുക്ക് നോട്ട് ചെയ്ത് വരും. ഇപ്പോൾ നമ്മൾ എൻട്രി ചെയ്യുന്ന മെഡിസിൻ അലർജിക്ക് ആണെങ്കിൽ അപ്പൊ തന്നെ മെസ്സേജ് വന്നു, ഒരു അലർട്ട് മെസ്സേജ് വരും. ഇന്ന മെഡിസിൻ ഇന്ന വ്യക്തിക്ക് അലർജിക്ക് ആണ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അലർജിക് ഡ്രഗ്സ് ഒക്കെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനും അതിന് പകരമായിട്ട് ഓൾട്ടർനേറ്റീവ് ഡ്രഗ്സും കാര്യങ്ങളും പ്രിസ്ക്രൈബ് ചെയ്യാനും ഡോക്ടേഴ്സിന് പറ്റും. Make medical records more advanced than paper records. നമ്മൾ പേപ്പർ റെക്കോർഡ്സിനേക്കാൾ കൂടുതൽ കുറച്ചുകൂടി അഡ്വാൻസ് ആക്കാനായിട്ട് മെഡിക്കൽ റെക്കോർഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡിൽ നമുക്ക് അലേർട്സും റിമൈൻഡേഴ്സും ഒക്കെ കാണാനായിട്ട് പറ്റും. അലേർട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വാർണിംഗ് ആണ്. ചിലപ്പോൾ ഡ്രഗ് അലർജിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഡ്രഗ് ഇന്ററാക്ഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു വാർണിംഗ്സും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി ഈ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡിൽ കാണാൻ പറ്റും. റിമൈൻഡേഴ്സിനെ കാണാൻ പറ്റും. ട്യൂബ് ടെസ്റ്റ് എന്നാണ് നിങ്ങൾ ചെയ്യേണ്ടത്, എന്നാണ് ഇങ്ങനെ ടെസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ള ഡ്യൂ ഡേറ്റുകൾ നമുക്ക് അതിൽ കാണാൻ പറ്റും. വാക്സിനേഷൻ ഏതൊക്കെ വാക്സിൻസ് പേഷ്യൻസ് എടുത്തിട്ടുണ്ട്, എടുത്തിട്ടില്ല എന്നുള്ളതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു ഹെൽത്ത് റെക്കോർഡ്, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് നോക്കിക്കഴിഞ്ഞാൽ പേഷ്യന്റിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് എന്നത്. ഫീച്ചേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ആണ് പറയുന്നത്. Let's first examine the feature and the function of an EHR because it is a core to patient care. EHR ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ട്. കാരണം ഇത് പേഷ്യന്റ് കെയർ അത്രയും നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സർവീസ് ആണ്. And EHR can electronically collect and store the patient data.
EHR, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് എന്ന് പറയുന്നത് നമ്മുടെ പേഷ്യൻസിന്റെ ഡാറ്റാസ് കളക്ട് ചെയ്യാനും ഇലക്ട്രോണിക്കലി കളക്ട് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും പറ്റും. Supply the information to providers on request. റിക്വസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് സപ്ലൈസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. Permit the clinician doctors to enter order directly into a computerized provider order entry. Computerized provider order entry യൂസ് ചെയ്തിട്ട് ഡയറക്റ്റ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഫർമേഷൻസും കാര്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റും, പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. And advise healthcare practitioner by providing decision support tools such as reminders, alert, and access to the latest research findings or appropriate evidence-based guidelines. അപ്പൊ നമുക്ക് ഈ ഒരു ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സിൽ ഡിസിഷൻസ് എടുക്കാനായിട്ട് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് പ്രാക്ടീഷണേഴ്സിന് സ്വയം ഡിസിഷൻസ് എടുക്കാൻ പറ്റും. നമ്മൾ എടുക്കുന്ന സമയത്ത് തന്നെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അവരുടെ റിമൈൻഡേഴ്സും അലേർട്ടും വരും. സോ നമുക്ക് പെട്ടെന്ന് അപ്രോപ്രിയേറ്റ് ആയിട്ട് എവിഡൻസ് ബേസ്ഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തീരുമാനങ്ങൾ എടുക്കാനായിട്ട് പറ്റും. CPOE, Computerized Provider Order Entry, at its most basic level in a computer application that accept providers' orders electronically. For practitioners അല്ലെങ്കിൽ doctors provide ചെയ്യുന്ന orders electronically receive accept ചെയ്യുന്നതിനെയാണ് computerized provider order entry എന്ന് പറയുന്നത്. Replacing handwritten എന്ന് പറഞ്ഞില്ലേ, ഹാൻഡ് റിട്ടൺ നമുക്ക് പരിധിവരെയും ഈ ഒരു മെത്തേഡിലൂടെ റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. ഓർ വെർബൽ ഓർഡേഴ്സ്, ഓറലി പറയുന്ന ഓർഡേഴ്സ് ഉണ്ടാവില്ലേ, അത് നമുക്കൊരു പരിധിവരെയും കുറയ്ക്കാനായിട്ട് പറ്റും. ആൻഡ് പ്രിസ്ക്രിപ്ഷൻസ്, നമുക്ക് പ്രിസ്ക്രിപ്ഷൻസ് നമ്മുടെ പേപ്പർ പ്രിസ്ക്രിപ്ഷനും കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും, അവോയ്ഡ് ചെയ്യാൻ പറ്റും. മോസ്റ്റ് CPOE സിസ്റ്റം ഓഫർ ഡിസിഷൻ സപ്പോർട്ട് ഫീച്ചർ ടു ദ ഫിസിഷ്യൻ. അപ്പോ ഈ CPOE സിസ്റ്റം എന്ന് പറയുന്നത് നല്ലൊരു ഡിസിഷൻ സപ്പോർട്ട് ഫീച്ചർ ആണ് ഫിസിഷ്യന് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് അതർ പ്രൊവൈഡേഴ്സ് അറ്റ് ദ പോയിന്റ് ഓഫ് ഓർഡർ, നമ്മൾ ഈ ഓർഡർ കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ മറ്റു യൂസേഴ്സ് ഉണ്ടാവും, ഇതൊരു ഹെൽപ്ഫുൾ ആണ്. കാരണം അവർക്ക് വ്യക്തമായ ഒരു ഓർഡർ കിട്ടും, ക്ലാരിറ്റി ഉണ്ടാവും ഓർഡറിൽ. ഫോർ എക്സാമ്പിൾ, an order for a laboratory test might trigger an alert to provider that the test has already been ordered and the result are pending. നോക്കുമ്പോൾ നമ്മള് ഫിസിഷ്യന് ഒരു ഓർഡർ കൊടുക്കുകയാണ്, ഒരു ടെസ്റ്റ് കൂടി ചെയ്യാൻ പറഞ്ഞു, ലാബ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു, നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട്. സോ നമ്മൾ ഓർഡർ കൊടുക്കുമ്പോൾ ഓൾറെഡി ആ ഒരു ടെസ്റ്റ് പേഷ്യന്റ് ചെയ്തിട്ടുണ്ട്, അതിന്റെ റിസൾട്ട് പെൻഡിങ് ആണ്, നമ്മൾ ചെക്ക് ചെയ്തില്ല. അപ്പൊ തന്നെ മനസ്സിലായി, ഓ ഈ ടെസ്റ്റ് നമ്മൾ ഓൾറെഡി ചെയ്തതാണ്, അപ്പൊ അത് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, വേഗം ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റും. അല്ലാതെ ഡോക്ടേഴ്സ് ഇന്ന ടെസ്റ്റ് എഴുതുമ്പോൾ അത് പേഷ്യൻസിന് മനസ്സിലാവണമെന്നില്ല, എന്ത് ടെസ്റ്റ് ആണ് എന്ന് പേഷ്യൻസിന് മനസ്സിലാവണമെന്നില്ല. പക്ഷെ ഇന്നത്തെ പേഷ്യൻസ് അങ്ങനെയല്ല കേട്ടോ, ഡോക്ടേഴ്സിനേക്കാളും കൂടുതൽ അറിവ് ഇപ്പൊ പേഷ്യൻസിനാണ്. കാരണം ഈ ഒരു ടെസ്റ്റ് പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യും, വേഗം ഫോണിൽ നോക്കിയിട്ട് ഗൂഗിളിലോ അല്ലെങ്കിൽ ജെമിനിയിലോ സെർച്ച് ചെയ്യാണ്, ഇത് എന്തിനു വേണ്ടിയിട്ടാണ്, ഇത് ഇതൊക്കെ ടെസ്റ്റ് ആണ് ചെയ്യുന്നത്. ഫുൾ നോളജ് ആണ് ഇപ്പൊ പേഷ്യൻസിന് അല്ലെ. പേഷ്യൻസ് ആണ് കൂടുതലായിട്ട് ഓരോ കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായി ഡോക്ടർമാരോട് ചോദിച്ച് മനസ്സിലാക്കും. ഇന്ന അസുഖമാണ് എനിക്ക്, പിന്നെ മെഡിസിൻസ് അല്ലേ പ്രിസ്ക്രൈബ് ചെയ്യേണ്ട, അത്രയും വെൽ എഡ്യൂക്കേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് പേഷ്യൻസ് എന്ന് പറയുന്നത്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് AI, ഇന്റർനെറ്റിന്റെ ഒക്കെ ഹെൽപ്പോട് കൂടി എല്ലാവരും ഭയങ്കരമായിട്ട് എഡ്യൂക്കേറ്റഡ് ആവാണ്. അപ്പൊ ഈ പറഞ്ഞത് എന്താണ്, ഞാൻ പറഞ്ഞത് ഒരു ലാബ് ടെസ്റ്റ് ഓൾറെഡി നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും അത് എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് അലേർട്ട് വരും, ഇങ്ങനെ ഒരു ലാബ് ടെസ്റ്റ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അതിന്റെ റിസൾട്ട് നമ്മൾ വെരിഫൈ ചെയ്തിട്ടില്ല, അപ്പോ ഇനിയിപ്പോ ടെസ്റ്റ് ചെയ്യണ്ട എന്നുള്ള അലേർട്ട് വരാനുള്ള ചാൻസ്. അപ്പോ ഡോക്ടറിന് കറക്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആ ടെസ്റ്റ് വേറെ ടെസ്റ്റുകൾ എഴുതാണ്ട് തന്നെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നത് ചെക്ക് ചെയ്തിട്ട് മെഡിസിൻസും കാര്യങ്ങളും പ്രിസ്ക്രൈബ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. An order for a drug to which a patient is allergic might trigger an alert warning to the provider of an alternative drug. Suppose ഞാനിപ്പോ ഒരു ഡ്രഗ് ഫിസിഷ്യൻ വിചാരിക്കും, ഞാനാണ് സിസ്റ്റത്തിൽ കമ്പ്യൂട്ടറിലേക്ക് എന്ത് ചെയ്യുന്നത്, ഓർഡർ എൻറ്റർ ചെയ്യുന്നത്. സോ
സോ ആ സമയത്ത് എനിക്കൊരു ഞാൻ എൻട്രി ചെയ്യുന്ന ഡ്രഗ്സ് എന്റെ പേഷ്യന്റിന് അലർജിക് ആണെങ്കിൽ സോ ആ സമയത്ത് എന്റെ ഡിസ്പ്ലേയിൽ അലർട്ട് വരും. ഡ്രഗ്സ് ഇസ് അലർജിക് ഫോർ ദ പേഷ്യന്റ്. ഇത് പേഷ്യന്റിന് ഇന്ന ഡോസ് ഡ്രഗ്സ് അലർജിക് ആണ് എന്ന് പറഞ്ഞ മെസ്സേജ് വന്നു. സോ പിന്നെ വാണിംഗ് വന്നതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഡ്രഗ് പ്രിസ്ക്രൈബ് ചെയ്യേണ്ടതായിട്ട് വരും. സോ നമുക്ക് തെറ്റ് വരാതിരിക്കാനായിട്ട് മെഡിക്കൽ എറേഴ്സ് ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാനായിട്ട് പറ്റും. These decision make capabilities make the EHR much more advanced than digital version of the paper medical record. അതുകൊണ്ടാണ് പറയുന്നത് EHR കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഡിസിഷൻ മേക്കിങ്ങിന്റെ സമയത്ത് ഏറ്റവും നല്ലൊരു ബെറ്റർ ആയിട്ടുള്ള ഒരു ടൂളാണ് ഏത് EHR എന്ന് പറയുന്നത്. പേപ്പർ ബേസ്ഡ് പേപ്പർ മെഡിക്കൽ റെക്കോർഡ് ആവുമ്പോൾ യൂണിറ്റ്സ് ഇദ്ദേഹത്തിന് എന്താണ് അലർജിക് ആണെന്നുള്ള കാര്യമൊക്കെ ചിലപ്പോൾ നമ്മൾ ഫസ്റ്റ് ആ ഒരു സമയത്ത് നോട്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അത് മറന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. എല്ലാ ഡീറ്റെയിൽസും ഫിസിഷ്യനും ഓർത്ത് വെക്കാനായിട്ട് പറ്റില്ല. പക്ഷെ കമ്പ്യൂട്ടറിൽ അങ്ങനെ മറവികളൊന്നും സംഭവിക്കില്ല. കമ്പ്യൂട്ടറിലേക്ക് എൻ്റർ ചെയ്യുന്ന ഡാറ്റാസ് ഒന്നും നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഡിസിഷൻസും കാര്യങ്ങളും എടുക്കാനായിട്ട് EHR നമ്മൾ പരിധിവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് ഹെൽത്ത് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സിനെ കുറിച്ചിട്ടാണ്. ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിംപിളി പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻസിന്റെ ഡാറ്റാസ് ഇലക്ട്രോണിക്കലി കളക്ട് ചെയ്യുക, സ്റ്റോർ ചെയ്യുക എന്നതാണ്. അതിന്റെ റിക്വസ്റ്റ് അനുസരിച്ച് നമ്മൾ ആ ഇൻഫർമേഷൻസ് ഫിസിഷ്യന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഈ ഒരു മെത്തേഡ് എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഫിസിഷ്യൻസിന് ഓർഡേഴ്സും കാര്യങ്ങളും ഡയറക്ട്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിസ്റ്റത്തിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റും ബൈ യൂസ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് പ്രൊവൈഡർ ഓൾറെഡി മെത്തേഡ് വഴി നമുക്ക് ഇൻഫർമേഷൻസും കാര്യങ്ങളും ഓട്ടോമാറ്റിക്കലി സെൻഡ് ചെയ്യാൻ പറ്റും. അഡ്വൈസ്ഡ് ഹെൽത്ത് കെയർ പ്രാക്ടീഷണേഴ്സ് ബൈ പ്രൊവൈഡിങ് ഡിസിഷൻ സപ്പോർട്ട് ടൂൾസ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് നമുക്ക് അഡ്വൈസും കാര്യങ്ങളും കൊടുക്കുക. ഇനി അലേർട്ട് റിമൈൻഡേഴ്സ് കാര്യങ്ങളും കൊടുക്കുക. അലേർട്ട് ഫോർ ഡ്രഗ് അലർജി കാര്യങ്ങള്, റിമൈൻഡർ ഇനി എന്താണ് ടെസ്റ്റ് ചെയ്യേണ്ടത്, ഇനി എന്താണ് വാക്സിൻസ് എടുക്കേണ്ടത് എന്നുള്ള റിമൈൻഡേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഫോണിൽ വരും. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ കോവിഡിന്റെ ഒക്കെ സമയത്ത് നമ്മള് വാക്സിൻ എടുക്കുന്നതിന് ഇപ്പൊ വാക്സിൻ ഫസ്റ്റ് ഡോസ് കഴിഞ്ഞ് ഒരു 60 days കഴിഞ്ഞിട്ട് സെക്കൻഡ് ഡോസ് എടുക്കണം, അങ്ങനെയായിരുന്നില്ലേ ആദ്യം? ഒക്കെ ഓർമ്മയുണ്ടോ കോവിഡിന്റെ വാക്സിൻ എടുത്ത കാര്യം? അപ്പൊ നമുക്കൊരു മെസ്സേജ് വരില്ലേ, ഒരു എന്താണ് റിമൈൻഡർ വരില്ലേ, ഇത്രയും ദിവസം കൂടി ഉള്ളു സെക്കൻഡ് ഡോസ് മെഡിസിൻ എടുക്കാൻ എന്ന് പറഞ്ഞിട്ട്? ഓർമ്മയുണ്ടോ വാക്സിൻ എടുക്കാന്ന് പറഞ്ഞ മെസ്സേജ് ഒക്കെ വന്നത്? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഓക്കെ, വാക്സിൻ എടുത്തവരുടെ കാര്യം കഷ്ടമാണ്. വാക്സിൻ എടുക്കാൻ അങ്ങനെ നമ്മൾ യൂസ് ചെയ്ത മെത്തേഡ് എന്ന് പറയുന്നത് EHR ആണ്, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് ആണ്. ഇന്നും നമ്മളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അടിച്ചു നോക്കിയാൽ നമ്മൾ ഏത് വാക്സിൻ ആണ് എടുത്തത്, ഫസ്റ്റ് ഡോസ് എവിടെ നിന്നാണ് എടുത്തത്, സെക്കൻഡ് ഡോസ് എവിടെ നിന്നാണ് എടുത്തത്, ബൂസ്റ്റർ എടുത്തവരുണ്ടോ, അതൊക്കെ നമുക്ക് ആ ഒരു ഡാറ്റയില് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് ചെക്ക് ചെയ്തായിട്ട് പിന്നെ അറിയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോ എന്താ പറഞ്ഞത്? അങ്ങനെ നമുക്ക് റിമൈൻഡേഴ്സും അലേർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റും. എവിഡൻസ് ബേസ്ഡ് ഡിസിഷൻ മേക്കിംഗ് പോസിബിൾ ആക്കുന്നത് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് ഉള്ളതുകൊണ്ടാണ്. നമുക്ക് എവിഡൻസ് ബേസ്ഡ് ആയിട്ട് ഡിസിഷൻസും കാര്യങ്ങളും എടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഒരു നല്ലൊരു മെത്തേഡാണ് ഇത് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് എന്ന് പറയുന്നത്. പഴയ ഹാൻഡ് റിട്ടേൺ ആയിട്ടുള്ള മെത്തേഡിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് വന്നത്. നമുക്ക് വെർബൽ ഓർഡേഴ്സും ഹാൻഡ് റിട്ടേൺ ആയിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻസും റീപ്ലേസ് ചെയ്തിട്ടാണ് ഡാറ്റാസും കാര്യങ്ങളും നമ്മൾ ഇലക്ട്രോണിക്കലി എൻട്രി ചെയ്യുന്നത്. മോസ്റ്റ് CPOE സിസ്റ്റം ഓഫർ ഡിസിഷൻ സപ്പോർട്ട് ഫീച്ചർ. ഡിസിഷന് കറക്റ്റ് ആയിട്ട് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് പറ്റും. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ 2 എക്സാമ്പിൾ പറഞ്ഞു. ലാബോറട്ടറി ടെസ്റ്റ് ഓൾറെഡി നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും അതേ ടെസ്റ്റ് എഴുതുമ്പോൾ നമുക്ക് അലർട്ട് വരും. ഈ ഒരു ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിന്റെ റിസൾട്ട് പെൻഡിങ് ആണെന്ന് പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് വരും. സപ്പോസ് ഇനി ഡ്രഗ്സ് അലർജിക് ആണെങ്കിൽ അതിനും നമുക്ക് എന്ത് വരും? മെസ്സേജ് വരും. ഇല്ല മെഡിസിൻ ഇന്ന പേഷ്യന്റിന് അലർജിക് ആണ്, സോ പ്രിസ്ക്രൈബ് ഓൾട്ടർനേറ്റീവ് ഡ്രഗ്, നമുക്ക് അതിന് പകരം വേറെ ഡ്രഗ്സ് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞ മെസ്സേജ്. സോ കുറച്ചും കൂടി ഡിസിഷൻ മേക്കിംഗ് കുറച്ചും കൂടി നല്ലൊരു അഡ്വാൻസ്ഡ് ആക്കാനായിട്ട് EHR സാധിച്ചിട്ടുണ്ട്. ഓക്കെ, ഒന്ന് റീഡ് ചെയ്ത് നോക്കുക എല്ലാവരും.
റീഡ് ചെയ്ത് നോക്കിയോ എല്ലാവരും? ശ്രീലക്ഷ്മി, ആര്യ നോക്കിയോ? ഓക്കെ അല്ലേ? മനസ്സിലായോ? ഓക്കെ, ലിസ്റ്റിന്റെ ടാക്സ് ആണ് നോക്കുന്നത്. EHR ഞാൻ രണ്ട് രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു അല്ലേ? നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു, ഒരു ലാബ് ടെസ്റ്റ് ഓൾറെഡി ചെയ്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ട്രിഗർ അലേർട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. ഓൾറെഡി ഈ ഒരു ടെസ്റ്റ് ചെയ്തതാണ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു അലേർട്ട് വരും. അതേപോലെ ഡ്രഗ്സ് ഇപ്പൊ എങ്ങനെ അലർജിക് ആണെങ്കിൽ അതും ഒരു അലേർട്ട് പോലെ വരും. പിന്നെ ഡ്രഗ്സ് പേഷ്യന്റ് അലർജിക് ആണ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വരുന്നതാണ്. And EHR alert reminding the clinician that the patient is allergic to certain medication. അപ്പോൾ പേഷ്യന്റ് ഇങ്ങനെ മെഡിസിൻസിന് അലർജിക് ആണ് എന്നുള്ളത് നമുക്ക് റിമൈൻഡേഴ്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. Or that two medications should not be taken in combination with each other. ചില മെഡിസിൻസ് നമ്മൾ ഒരുമിച്ച് കഴിക്കാൻ പാടില്ല. അത് കേട്ടിട്ടുണ്ടോ? രണ്ട് മെഡിസിൻസ് ഒരുമിച്ച് കഴിക്കുമ്പോൾ അതിൽ നമ്മൾ വിചാരിക്കുന്ന റിസൾട്ട് ആയിരിക്കില്ല വരുന്നത്. കൗണ്ടർ എഫക്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. കേട്ടിട്ടുണ്ട് അങ്ങനെ? രണ്ട് മെഡിസിനും കൂടി ഒരുമിച്ച് കഴിക്കാൻ പാടില്ല എന്നൊക്കെ. ചില മെഡിസിൻസിന് അങ്ങനെ ഉണ്ട്. ഇപ്പൊ ആന്റിബയോട്ടിക് കഴിക്കുമ്പോൾ ഇതിന്റെ മെഡിസിൻ കൺസ്യൂം ചെയ്യാൻ പാടില്ല എന്ന് പറയും. അപ്പൊ അങ്ങനെയുള്ള റിമൈൻഡേഴ്സും കാര്യങ്ങളും നമുക്ക് അലേർട്ട് പോലെ അല്ലെങ്കിൽ മെസ്സേജ് പോലെ വരും. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പോലെ അവർ ഇവിടെ ഇമേജ് കാണിച്ചിട്ടുണ്ട്. ഒരു അലേർട്ടാണ് കാണിക്കുന്നത്. സോ ദ ഡാമേജ് അലേർട്ട് ഇൻ കേസ് സോഴ്സ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് കാലിഫോർണിയ ആണ് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു അലേർട്ട് കാണിക്കുകയാണ്. ഒരു മെഡിസിന്റെ എന്തോ എഴുതിയപ്പോ അതിൽ ഒരു അലേർട്ട് വന്നിരിക്കുകയാണ്. അതിന് പകരം പിന്നെ മെഡിസിൻ യൂസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് അതൊരു സിംഗിൾ മെത്തേഡ് അത് പറഞ്ഞിട്ടൊരു അലേർട്ട് ഇങ്ങനെ വരുമെന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ എറർ വരില്ലേക്കുള്ളവരെ എറർ എന്ന് പറഞ്ഞ് വരാറില്ലേ? പ്രോഗ്രാം ഒക്കെ ചെയ്യുന്ന സമയത്ത് HTML SQL ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യിക്കാം. മെയിൻലി ഞാനൊക്കെ ചെയ്യുന്ന സമയത്ത് വരാറുള്ളതാണ്. അപ്പൊ എറർ വരും, സിസ്റ്റത്തില് എറർ കാണിക്കും. സമയത്ത് എന്തെങ്കിലും നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തോ ഒരു എറർ വരും. അതേപോലെ ഒരു ബോക്സ് പോലെ വന്നിട്ട് ഇന്ന മെഡിസിൻ പേഷ്യന്റ് അലർജിക് ആണെന്ന് പറഞ്ഞിട്ട് ഫുൾ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളും ഉണ്ടാവും. ഓക്കെ, അങ്ങനെയാണ് EHR സാധാരണയായിട്ട് കാണുന്നത്. ഓക്കെ, then goals of EHR technology. EHR technology goals are improve healthcare quality and safety. Healthcare quality safety നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇംപ്രൂവ് എഫിഷ്യൻസി, നമ്മൾ വർക്ക് ചെയ്യുന്നതിന്റെ എഫിഷ്യൻസി നമുക്ക് കൂട്ടാനായിട്ട് പറ്റും. ഇൻവോൾവ്സ് പേഷ്യന്റ് ആൻഡ് ഫാമിലി ഇൻ കെയർ. പേഷ്യൻസിന്റെ ഫാമിലിക്ക് നല്ല കെയർ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഇംപ്രൂവ് പബ്ലിക് ഹെൽത്ത്, നമുക്ക് അതുവഴി നല്ല പബ്ലിക്കിലെ നല്ലൊരു ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. എൻഷുവർ പ്രൈവസി, പേഷ്യൻസിന്റെ ഇൻഫർമേഷൻസ് ഒക്കെ നല്ല പ്രൈവസിയോട് കൂടെ സൂക്ഷിക്കാനായിട്ട് പറ്റും. സെക്യൂരിറ്റി ഓഫ് ദ പേഷ്യന്റ് ഡാറ്റ സെക്യൂർഡ് ആയിരിക്കും. നോക്കാട്ടോ. The remainder might also show that the patient is due for the health care tests such as mammography or cholesterol test or for an influenza vaccine. ജസ്റ്റ് ഒരു എക്സാമ്പിൾ അവർ പറയാണ്. റിമൈൻഡേഴ്സ് ആണ്. ഇന്ന ടെസ്റ്റിന് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന ടെസ്റ്റ് ഡ്യൂ ആയിട്ട് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഇന്ന ടെസ്റ്റ് ഇന്ന ദിവസം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫോണിലേക്കൊക്കെ റിമൈൻഡർ മെസ്സേജ് വരാറില്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ അങ്ങനെ വരുന്നത്? ഒരു ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ ഇന്ന ടെസ്റ്റ് ഇന്ന ദിവസം എടുക്കണമെന്നുണ്ടെങ്കിൽ രാവിലെ നമുക്ക് മെസ്സേജ് വരും, പിന്നെ ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഫേസ് ചെയ്യാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് മെസ്സേജ് വരാത്തത്. ബാക്കിയാണ് ഞാൻ പറയുകയാണെങ്കിൽ എന്റെ ഫാദറിനോക്ക് ഈ ഇടയ്ക്ക് ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞതാണ്. സോ ചില മെഡിസിൻസ് കാര്യങ്ങളും ടെസ്റ്റും കാര്യങ്ങളും റിമൈൻഡർ പോലെ ഫോണിലേക്ക് മെസ്സേജ് വരും. ഈ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡിൽ നിന്നാണ് നമുക്ക് ഈ മെസ്സേജും കാര്യങ്ങളും റിമൈൻഡേഴ്സ് വരുന്നത്. നമ്മൾ ഫോൺ ചെക്ക് ചെയ്യുമ്പോൾ ഇന്ന ദിവസമാണ് അപ്പോയിന്റ്മെന്റ് ഡേറ്റ്, സോ അതിനു മുമ്പ് ഇന്ന ടെസ്റ്റുകൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് റിമൈൻഡർ അവർ സെൻഡ് ചെയ്യും. സോ നമ്മൾക്ക് അതൊരു ഓർമ്മപ്പെടുത്തലാണ്. ഇന്ന ടെസ്റ്റ് നമ്മൾ ഡോക്ടറെ കാണുമ്പോൾ ചെയ്യണം എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ്. സോ നമുക്ക് അത് കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യാനോ അത് കറക്റ്റ് ആയിട്ട് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കാൻ പറ്റും. പിന്നെ അപ്പോയിന്റ്മെന്റ് എടുക്കുമ്പോൾ പ്രത്യേകതയുണ്ട്. നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുക്കുമ്പോൾ നമ്മുടെ പേര്, നമ്മൾ ആ ഒരു എന്താ പറയാ ആപ്ലിക്കേഷൻ നമ്പറോ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ID നമ്പർ മാത്രമായിട്ട് പറയില്ല. പക്ഷെ നമുക്ക് അപ്പോയിന്റ്മെന്റ് പോകുന്നത്
നമ്മൾ ഏത് ഡോക്ടറിനെ ആണോ എന്ത് ചെയ്തിരുന്നത് കൺസൾട്ട് ചെയ്തിരിക്കുന്നത് അതേ ഡോക്ടറിനായിരിക്കും നമ്മുടെ അപ്പോയിന്റ്മെന്റ് പോകുന്നത്. അതെല്ലാം ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നതാണ്. ഈ എച്ച് ആർ ഉള്ളത് കൊണ്ട് മാത്രം ഓട്ടോമാറ്റിക്കലി പോസിബിൾ ആകുന്നതാണ്. ഓക്കെ, അപ്പോ എന്താ പറഞ്ഞത്, നമുക്ക് ടെസ്റ്റും കാര്യങ്ങളും റിമൈൻഡർ ആയിട്ട് വരും. അതേപോലെ എന്തെങ്കിലും വാക്സിൻസ് ഒക്കെ എടുക്കാനുണ്ടെങ്കിൽ അതിനെ കുറിച്ചിട്ടുള്ള റിമൈൻഡേഴ്സ് ഈ സിസ്റ്റത്തിൽ കാണാൻ EHR കാണാൻ പറ്റും. Use of EHR technology as a strategy to improve the nation's health outcome policy priority. നമുക്ക് EHR ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ നാഷണൽ ഹെൽത്ത് നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇംപ്രൂവ് ദ ഹെൽത്ത് കെയർ ക്വാളിറ്റി, നമ്മൾ ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുന്ന ക്വാളിറ്റീസും കാര്യങ്ങളും ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ആൻഡ് എഫിഷ്യൻസി ആൻഡ് റെഡ്യൂസ് ഹെൽത്ത് പ്രോബ്ലംസ് എന്നാണ് കേട്ടോ. റെഡ്യൂസ് ഹെൽത്ത് പ്രോബ്ലംസ് എന്നാക്കണം കേട്ടോ. മിസ്റ്റേക്ക് ആണ്, റെഡ്യൂസ് ഹെൽത്ത് എന്നാണ് കിടക്കുന്നത്. അങ്ങനെയല്ല, അവിടെ റെഡ്യൂസ് ഹെൽത്ത് പ്രോബ്ലംസ് എന്നാണ് കേട്ടോ. റെഡ്യൂസ് ഹെൽത്ത് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അത് ടൈപ്പ് ചെയ്തിട്ടാൽ മതി. ഓക്കെ, അവിടെ മിസ്റ്റേക്ക് വന്നിരിക്കുകയാണ്. ഇംപ്രൂവ് ഹെൽത്ത് കെയർ ക്വാളിറ്റി, സേഫ്റ്റി, എഫിഷ്യൻസി ആൻഡ് റെഡ്യൂസ് ഹെൽത്ത് പ്രോബ്ലംസ്. എൻഗേജ് പേഷ്യൻസ് ആൻഡ് ഫാമിലി ഇൻ ദയർ ഹെൽത്ത് കെയർ. നമ്മുടെ ഹെൽത്ത് കെയറിൽ പേഷ്യൻസിനെ ഫാമിലിയിലേക്ക് എൻഗേജ് ചെയ്യിക്കാൻ EHR ഒരു പരിധിവരെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഞാൻ പറഞ്ഞില്ല, ഇത് അച്ഛന് ട്രീറ്റ്മെന്റിന്റെ സമയങ്ങളിൽ ഞങ്ങൾക്ക് റിമൈൻഡേഴ്സ് വരുമെന്ന് പറഞ്ഞു. അച്ഛന്റെ ഫോണിൽ മെസ്സേജ് ആയിട്ടാണ് വന്നിരുന്നത്. സോ ഞാൻ മെസ്സേജ് ചെക്ക് ചെയ്യുമ്പോൾ റിമൈൻഡർ വന്നിട്ടുണ്ട്. സോ എന്താണ്, നമ്മൾ ആ റിമൈൻഡർ നോക്കി കറക്റ്റ് ഡേറ്റ്സ് നമുക്ക് ഡോക്ടറുടെ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ എടുക്കാനും അതേപോലെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാനൊക്കെ പറ്റുമായിരുന്നു. ഇംപ്രൂവ് കെയർ കോർഡിനേഷൻ, ഇതെല്ലാം നമ്മുടെ പേഷ്യൻസിന് നല്ല രീതിയിലുള്ള കെയർസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇംപ്രൂവ് പോപ്പുലേഷൻ ആൻഡ് പബ്ലിക് ഹെൽത്ത്, പബ്ലിക് ഹെൽത്ത് നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. പോപ്പുലേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വ്യക്തികളുടെ ആരോഗ്യം നല്ല രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പോപ്പുലേഷൻ നല്ല രീതിയിൽ ഇംപ്രൂവ് ആവും. Ensure adequate privacy and security of the personal health information system. നല്ലൊരു EHR സോഫ്റ്റ്വെയർ ആണ് കമ്പനി യൂസ് ചെയ്യുന്നതെങ്കിൽ ഓർഗനൈസേഷൻ യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് നമ്മളുടെ ഡാറ്റാസ് കാര്യങ്ങൾ നല്ല രീതിയിൽ സെക്യൂർഡ് ആയിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. To achieve these goals and encourage patient involvement in managing healthcare, healthcare organizations offer the patient access to their information through a patient portal. അതേപോലെ നമ്മൾ ഈ ഇൻഫർമേഷൻസും കാര്യങ്ങളും പേഷ്യൻസിന് എന്ത് ചെയ്യാൻ പറ്റും, EHR യൂസ് ചെയ്ത് അസസ് ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന പോർട്ടലാണ് പേഷ്യന്റ് പോർട്ടൽ. അപ്പൊ നമ്മൾ പേഷ്യൻസിനെയും കൂടി ഇൻവോൾവ് ചെയ്യാനായിട്ട് ഹെൽത്ത് കെയറിന്റെ ഒരു EHR ഇൻവോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. A patient portal is a secure website through which the patient electronically access their medical record. അപ്പോൾ പേഷ്യന്റ് പോർട്ടൽ എന്ന് പറയുന്ന സെക്യൂർ വെബ്സൈറ്റ് ആണ്. പേഷ്യൻസിന്റെ ഡാറ്റാസ്, മെഡിക്കൽ റെക്കോർഡ്സ് കാര്യങ്ങളും ഇലക്ട്രോണിക്കലി അസസ് ചെയ്യാനായിട്ട് പറ്റും. ആരൊക്കെയാണ് ലാബ് ടെസ്റ്റ് സ്വയം സെർച്ച് ചെയ്ത് എടുക്കാറ്? നമ്മൾ ഒരു ലാബില് നമ്മൾ ബ്ലഡോ കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് നമുക്ക് സ്വയം എടുക്കാൻ പറ്റും. അതറിയോ? നമ്മുടെ ഫോണിലൂടെ നമുക്ക് ആ ഒരു എന്താ പറയുക ലബോറട്ടറിയിൽ നിന്നല്ലാതെ നമുക്ക് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോ അങ്ങനെ പേഷ്യൻസിന് നേരിട്ട് ഈ ഇൻഫർമേഷൻസും കാര്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റും, അസസ് ചെയ്യാനുള്ള ഒരു സൗകര്യം കൂടി ഈ ഒരു EHR സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്, ഉറപ്പ് നൽകുന്നുണ്ട്. Portals often also enable the users to complete forms online. Schedule the appointment. നമുക്ക് നമ്മളുടെ പേഷ്യന്റ് പോർട്ടലിൽ കയറിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ എനിക്കൊരു പേഷ്യന്റ് ഐഡിയും എനിക്ക് പേഷ്യന്റ് പാസ്വേഡ് ഉണ്ടെന്ന് വിചാരിക്കും. ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോൾ തന്നെ എനിക്കൊരു പേഷ്യന്റ് ഐഡി പാസ്വേഡ് ഉണ്ടാവും. സോ ഞാൻ ആ പേഷ്യന്റ് പോർട്ടലിൽ കയറിയിട്ട് ഞാൻ ID പാസ്വേഡും എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ചെല്ലും, ആ ഒരു പോർട്ടലിലേക്ക് ചെല്ലും.
എനിക്ക് അപ്പോയിന്റ്മെന്റ് അവിടെ ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. അപ്പൊ നോക്കുമ്പോ എന്താണ് എനിക്ക് ഏത് ഡോക്ടറാണ് കാണുന്നത്, ഡോക്ടറെ സെർച്ച് ചെയ്യും. അപ്പൊ അതിൽ ഏത് ഡേറ്റ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. സോ നമുക്ക് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും, നമ്മുടെ അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. കമ്മ്യൂണിക്കേറ്റ് വിത്ത് പ്രൊവൈഡേഴ്സ്, നമുക്ക് ഡോക്ടേഴ്സിനോട് എന്തെങ്കിലും കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് അവിടെ കമന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. റിക്വസ്റ്റ് റീഫിൽ ഓൺ പ്രിസ്ക്രിപ്ഷൻ, നമ്മള് പ്രിസ്ക്രിപ്ഷൻ കാര്യങ്ങൾ റീഫിൽ ചെയ്യാനുള്ള റിക്വസ്റ്റ് കാര്യങ്ങൾ കൊടുക്കാം. സാധാരണ മെഡിസിൻ 15 ഡേയ്സിലേക്കായിരിക്കും നമുക്ക് ഡോക്ടറോട് പറയുന്നത്, നിങ്ങൾക്ക് മെഡിസിൻ ഇപ്പോൾ കംപ്ലീറ്റ് ആകുന്നതാണ്, സോ ഞാൻ പ്രിസ്ക്രിപ്ഷൻ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ, റീഫിൽ ചെയ്യാൻ പറ്റുമോ. ഡോക്ടർ എന്തെങ്കിലും നമുക്ക് പ്രിസ്ക്രിപ്ഷൻ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്ത് റീഫിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ മെഡിസിൻ എന്ത് ചെയ്യാൻ പറ്റും, കളക്ട് ചെയ്യാൻ പറ്റും. റിവ്യൂ ദ ടെസ്റ്റ് റിസൾട്ട്, നമുക്ക് ഇന്ന ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ ടെസ്റ്റ് ചെയ്തതിന്റെ റിസൾട്ട് നമുക്ക് ഈ ഒരു പേഷ്യന്റ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ഡോക്ടേഴ്സിന് നേരിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അസസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഓൺലൈനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബിൽസും കാര്യങ്ങളും പേ ചെയ്യാനായിട്ട് പറ്റും അല്ലെ. ബിൽസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓൺലൈനായിട്ട് ബിൽസും കാര്യങ്ങളും നമുക്ക് എന്താ പറ്റും, ബിൽസും കാര്യങ്ങളും പേ ചെയ്യാൻ പറ്റും. ഗൂഗിൾ പേ വഴിയൊക്കെ നമുക്ക്, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ, ഡിഫറെന്റ് മോഡ്സ് ഓഫ് ബാങ്ക് ട്രാൻസാക്ഷൻസ് ഒക്കെ നമുക്ക് ഒരു പേഷ്യന്റ് പോർട്ടൽ വഴി നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഒരാൾ ചോദിച്ചല്ലോ എങ്ങനെയാണ് ഓൺലൈനിൽ റിസൾട്ട് എങ്ങനെ എടുക്കാറ് അല്ലെ. ഈ റിസൾട്ട് എടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ലാബ് ഡയഗ്നോസിസ് മാനേജ്മെന്റ് സിസ്റ്റം ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിന് കീഴിൽ അവരൊരു സൈറ്റ് ഉണ്ട്, ലാബ് ഡയഗ്നോസിസ് മാനേജ്മെന്റ് സിസ്റ്റം അണ്ടർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ എന്ന് പറയുന്ന ഒരു പേജ് ഉണ്ട്. അതിൽ എൻ്റർ ചെയ്തിട്ട് SRF നമ്പർ എൻ്റർ ചെയ്യാം, നമ്മളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാം, പിന്നെ ക്യാപ്ചർ ടൈപ്പ് ചെയ്യാം. അങ്ങനെ ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ടെസ്റ്റ് ചെയ്തിരിക്കുന്ന റിസൾട്ട്, ആ SRF നമ്പറിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന സാമ്പിളിന്റെ റിസൾട്ട് നമുക്ക് കിട്ടും. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു. കേട്ടോ, one minute. ഞാൻ ലാബ് റിസൾട്ട് ഓൺലൈൻ എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. അതൊക്കെ കോവിഡിന്റെ ടൈമില് എനിക്ക് അങ്ങനെ ലാബ് റിസൾട്ട് ഒന്നും എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അല്ല കേട്ടോ, ഞാൻ എന്റെ ഫോണിൽ കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെയാണ് എൻ്റർ ചെയ്തിരിക്കുന്നത് കേട്ടോ. നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത് ആൻഡ് സേഫ് ഫാമിലി വെൽഫെയർ എന്ന് പറയുന്നത്. അതിൽ നമുക്ക് ഡൗൺലോഡ് ലാബ് ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. അതിൽ നമ്മൾ SRF നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക, മൊബൈൽ നമ്പർ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാം. അത് ക്യാപ്ചർ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റിസൾട്ട് കിട്ടും. ഞാൻ കോവിഡിന്റെ സമയത്ത് ഞാൻ കോവിഡ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. കോവിഡ് ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോ ഞാൻ ആ സമയത്ത് പ്രഗ്നന്റ് ആയിരുന്നു. സോ കോവിഡ് ടെസ്റ്റ് ചെയ്തപ്പോ ഇങ്ങനെ ഞാൻ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുള്ള റിസൾട്ട് നോക്കിയത് കോവിഡ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ചെക്ക് ചെയ്തത് ഓൺലൈൻ ആയിട്ടായിരുന്നു. നമ്മൾ ആ ഇൻഫർമേഷൻസ് കാര്യങ്ങളും എൻ്റർ ചെയ്തിട്ട് ഈ SRF നമ്പർ എന്ന് പറയുന്നത് നമുക്ക് ആ ബില്ലിൽ ഉണ്ടാവും. നമ്മള് ബില്ല് എടുക്കില്ലേ, ആ ബില്ലിൽ SRF നമ്പർ ഉണ്ട്. അത് നോക്കിയിട്ട് എൻ്റർ ചെയ്യാം, മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാം, ക്യാപ്ഷൻ എൻ്റർ ചെയ്തതിന് നമ്മുടെ റിസൾട്ട് നമുക്ക് സ്വയം ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞത് ലാബ് ഡയഗ്നോസിസ് മാനേജ്മെന്റ് സിസ്റ്റം ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിന്റെ കീഴിലാണ് വരുന്നത് കേട്ടോ. ഇതുകൂടി നോക്കാം ഞാൻ, എനിക്ക് കാണാൻ പറ്റുമോ എനിക്കറിയില്ല, കാരണം എനിക്ക് ഫോണിൽ കിട്ടുന്നുണ്ട്, സിസ്റ്റത്തിൽ വരുന്നില്ല.
ശരിയാണ്. നോക്കട്ടെ കേട്ടോ. കറക്റ്റ് ആയിട്ട് നമുക്കത് കിട്ടും. ഇതാണ് കണ്ടോ, ഇതിന്റെ പേജ് വന്നിരിക്കണുണ്ടോ, നിങ്ങള് കാണുന്നുണ്ടോ? അതില് നമ്മൾ ഡൗൺലോഡ് ടെസ്റ്റ് റിപ്പോർട്ട് എന്ന് കഴിഞ്ഞാല് ഈ ഒരു ഇതില് എൻട്രി ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ക്ലിയർ ആണോ? ഇത് നമുക്ക് ലാബ് ടെസ്റ്റ് നമ്മുടെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. കുറച്ച് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾ എല്ലാവരും. ഓക്കെ, ഞാൻ ചെയ്തിട്ടുണ്ട്, പണ്ട് മുതൽ അങ്ങനെ ചെയ്യാറ്. കോവിഡ് ടൈം സമയത്ത് മെയിൻലി ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ്, ഡൗൺലോഡ് ടെസ്റ്റ് റിസൾട്ട് കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യും. നമുക്ക് പോയി ടെസ്റ്റിന് കൊടുക്കാന്നുള്ളത് ഓക്കെയാണ്, പക്ഷെ പോയി റിപ്പോർട്ടും കാര്യങ്ങളും കളക്ട് ചെയ്യാന്ന് പറയുമ്പോൾ ഇത്തിരി ടഫായിരുന്നു. സോ നമുക്ക് ഓൺലൈനായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ ഓക്കെ, അപ്പോ ഇപ്പൊ പറഞ്ഞ പോർഷൻ ഒന്ന് റീഡ് ചെയ്ത് നോക്കുമ്പോ കംപ്ലീറ്റ് ആയല്ലോ അല്ലെ? ഈ ഒരു ലാസ്റ്റ് നമ്മൾ റീഡ് ചെയ്ത പേജ് ഒന്ന് റീഡ് ചെയ്ത് ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ഒന്ന് റീഡ് ചെയ്ത്. ചെയ്തോ എല്ലാവരും? ഓക്കെ, നമ്മള് മെറിറ്റ്സും കാര്യങ്ങളും ഒരുപാട് പറഞ്ഞോളെ EHR കുറിച്ചിട്ട്. കീ ഇഷ്യൂസ് ആൻഡ് ചാലഞ്ചസ് എന്ത് ചെയ്യുന്നുണ്ട്, EHR ഫേസ് ചെയ്യുന്ന കീ ഇഷ്യൂസ് ആൻഡ് ചലഞ്ചസ് ഉണ്ട്. നമുക്ക് നോക്കാം എന്തെല്ലാമാണ് EHR ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് ആൻഡ് ചലഞ്ചസ്. Describe the profession in adaptation and use of EHR system. Electronic health record system യൂസ് ചെയ്യാനായിട്ടും അത് ഫുൾ ആയിട്ട് നമ്മൾ ഒരു ഓർഗനൈസേഷനിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം
ടൈംലി ആൻഡ് നോളജ് ആയിട്ടുള്ള പ്രോസസ്സാണ്. ഒത്തിരി വ്യക്തികളുടെ എഫേർട്സ് കാര്യങ്ങൾ അതിലേക്ക് വേണം. ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് നമ്മൾ റിക്രൂട്ട് ചെയ്യണം. അത്രയും എബിലിറ്റി കാര്യങ്ങളൊക്കെ ഉള്ള വ്യക്തികളെ എന്ത് ചെയ്യണം, നമ്മൾ റിക്രൂട്ട് തന്നെ ചെയ്യണം. ഒത്തിരി ടാസ്ക് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇത് നമുക്ക് ഫുൾ ആയിട്ട് EHR ഇംപ്ലിമെന്റ് ചെയ്യാന്ന് പറഞ്ഞാല് ഇനിഷ്യൽ സ്റ്റേജിൽ ടൈം കൺസ്യൂമിംഗ് ആണ്. ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ആൻഡ് ഓർഗനൈസേഷൻ still face the critical issues and challenges related to ഈ ഒരു EHR സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യുന്നതിൽ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സും ഓർഗനൈസേഷൻസും ക്രിട്ടിക്കൽ ഇഷ്യൂസ് ഫേസ് ചെയ്യാറുണ്ട്, ചലഞ്ചസ് കാര്യങ്ങൾ ഫേസ് ചെയ്യാറുണ്ട്. ഇന്റർഓപ്പറബിലിറ്റി, പരസ്പര പ്രവർത്തനക്ഷമത അത് നിർബന്ധമാണ്. ഒരു ഡിപ്പാർട്ട്മെന്റ് മാത്രം നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ട് കാര്യമില്ല, എൻറ്റയർ ഡിപ്പാർട്ട്മെന്റ് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്താലേ നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. യൂസബിലിറ്റി, അത് യൂസ് ചെയ്യിപ്പിക്കാനായിട്ട് അത് നമ്മളെല്ലാവരും ട്രെയിൻ ചെയ്യുന്നതിന് വരും. ഹെൽത്ത് IT സേഫ്റ്റി, ഹെൽത്ത് ഇൻഫർമേഷൻസും കാര്യങ്ങളും നമ്മൾ നല്ല സേഫ്റ്റിയോട് കൂടി വേണം കൈകാര്യം ചെയ്യാനായിട്ട്. ഇതെല്ലാമാണ് മെയിൻ ആയിട്ട് ഒരു എന്താ പറയാ EHR ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ഓർ ചലഞ്ചസ് എന്ന് പറയുന്നത്. ഫോളോയിങ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ഓരോന്നിനെ കുറിച്ച് ചെറുതായിട്ട് ബ്രീഫ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യാണ്. ഇന്റർപ്രട്ടബിലിറ്റി ഈസ് എ സിംഗിൾ ടെൻസ്. Interoperability, that is the ability of the persons to exchange electronic information with and use of electronic information from other system without special efforts on the part of the users. Ability to share, ability of the system to share and use the health data easily. Interoperability നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു സിസ്റ്റത്തിന്റെ എബിലിറ്റി ആണ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് ഇൻഫർമേഷൻസ് കാര്യങ്ങൾ യൂസ് ചെയ്യാനായിട്ട് സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റണം. ഈസിലി അത് യൂസ് ചെയ്യാനും ഷെയർ ചെയ്യാനും പറ്റണം. അതിൽ കുറച്ച് തടസ്സങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. എന്തെല്ലാമാണ് ആ തടസ്സങ്ങൾ നോക്കാം. ബാരിയേഴ്സ് ടു ഇന്റർഓപ്പറബിലിറ്റി, ഡിഫറെന്റ് സ്റ്റേറ്റ് ലോസ് ആൻഡ് റെഗുലേഷൻ. നമുക്ക് ഇന്റർസ്റ്റേറ്റ് എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ പോസിബിൾ അല്ല. സ്റ്റേറ്റുകൾ തമ്മിൽ ഇൻഫർമേഷൻസ് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം ഓരോ സ്റ്റേറ്റ്സിലെ ലോയും ഡിഫറെന്റ് ആണ്, റെഗുലേഷൻസും ഡിഫറെന്റ് ആണ്. സോ നമുക്ക് അങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റില്ല. പേയ്മെന്റ് സിസ്റ്റം നോട്ട് സപ്പോർട്ട് ഡാറ്റ ഷെയറിംഗ്. പേയ്മെന്റ് ചെയ്യുന്ന സിസ്റ്റം ആണെന്ന് വിചാരിക്കുന്നത്. ഓക്കെ, നമ്മളെ പേയ്മെന്റ് സിസ്റ്റം ആണെങ്കിൽ ഈ ഡാറ്റാസും കാര്യങ്ങളും നമുക്ക് ഡാറ്റാസ് ഷെയർ ചെയ്യാനായിട്ട് പറ്റില്ല. ഡിഫറെന്റ് ഡിഫറൻസ് ഇൻ പ്രൈവസി ലോ ഇന്റർപ്രിട്ടേഷൻ. ഓരോ സ്റ്റേറ്റിനെ സംബന്ധിച്ചും അവിടുത്തെ പ്രൈവസി കാര്യങ്ങളും എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, ഇൻഫർമേഷൻസ് കാര്യങ്ങളും നമ്മൾ എങ്ങനെയാണ് സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഡിഫറെന്റ് ആയിട്ട്. സോ നമുക്കത് ഇൻഫർമേഷൻസ് എപ്പോഴും നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് പറ്റണമെന്നില്ല. ലാക്ക് ഓഫ് സ്റ്റാൻഡേർഡ് ഡാറ്റ ഫോർമാറ്റ്. എല്ലാ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം, ഹെൽത്ത് കെയർ ഇലക്ട്രോണിക് ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം ഫോളോ ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ഫോർമാറ്റിലല്ല, സെയിം ഫോർമാറ്റിലല്ല ഇൻഫർമേഷൻസ് കാര്യങ്ങളും സ്റ്റോർ ചെയ്യുന്നത്. ലാക്ക് ഓഫ് ട്രസ്റ്റ് ബിറ്റ്വീൻ പ്രൊവൈഡർ ആൻഡ് പേഷ്യൻസിന് ട്രസ്റ്റ് വിശ്വാസം കുറവുണ്ടാവും. കാരണം അവർ ഇൻഫർമേഷൻസ് യൂസ് ചെയ്ത് എന്തെങ്കിലും ചെയ്യോ എന്നുള്ളൊരു ട്രസ്റ്റ് കുറവുണ്ടാവും. ഓക്കെ, ഇന്റർഓപ്പറബിലിറ്റി എന്ന് പറയുന്നത് അതൊരു എന്താണ് പരസ്പര പ്രവർത്തനക്ഷമതയാണ്. നമുക്ക് നോക്കാം. A simple and interoperability is the ability of the system to exchange electronic information with and the use of electronic health information from other system without special efforts on the part of the users. നമ്മുടെ യൂസേഴ്സിന്റെ അധികം എഫേർട്ട് ഒന്നും എടുക്കാതെ തന്നെ നമുക്ക് ഈ ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റംസ് യൂസ് ചെയ്യാം. അത് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണ് ഈ ഒരു ഇന്റർഓപ്പറബിലിറ്റി എന്ന് പറയുന്നത്. ബാരിയേഴ്സ് ഉണ്ട്. State have different law. നമ്മൾ ഓരോ സ്റ്റേറ്റ് നോക്കുകയാണെങ്കിൽ ഓരോ സ്റ്റേറ്റിനും ഡിഫറെന്റ് ലോസ് ആൻഡ് റെഗുലേഷൻസ് മേക്കിംഗ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു ഷെയർ ദ ഹെൽത്ത് ഇൻഫർമേഷൻ അക്രോസ് സ്റ്റേറ്റ് ലൈൻ. സ്റ്റേറ്റിന് പുറത്തേക്ക് ഇൻഫർമേഷൻസും കാര്യങ്ങളും ഷെയർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. പേയ്മെന്റ് ഇൻസെന്റീവ്സ് ആർ നോട്ട് അലൈൻഡ് ടു സപ്പോർട്ട് ഇന്റർഓപ്പറബിലിറ്റി. നമ്മൾ ഈ ഒരു EHR യൂസ് ചെയ്ത് പേയ്മെന്റ് കാര്യങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഫർമേഷൻസും കാര്യങ്ങളും പുറത്തോട്ട് ഷെയർ ചെയ്യാനായിട്ട് പറ്റില്ല. പ്രൈവസി ലോ ഡിഫറെന്റ് ആർ മിസ്ഇന്റർപ്രറ്റഡ്.
വെച്ചാൽ നമ്മുടെ പ്രൈവസി ലോയും കാര്യങ്ങളൊക്കെ ഡിഫറെന്റ് ആയിരിക്കും. നമുക്ക് മിസ്ഇന്റർപ്രിറ്റഡ് ആയിരിക്കാം. നമുക്ക് തടസ്സപ്പെടുത്താനൊന്നും പറ്റില്ല. ഹെൽത്ത് ഇൻഫർമേഷൻ ഈസ് നോട്ട് ആസ് സഫീഷ്യന്റ്ലി സ്റ്റാൻഡേർഡൈസ്ഡ്. എല്ലാവരും ഫോളോ ചെയ്യുന്ന ഇലക്ട്രോണിക് ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം പറഞ്ഞെങ്കിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അല്ല. There is a lack of trust among the healthcare providers and customers. നമ്മൾ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് കസ്റ്റമേഴ്സ് തമ്മിൽ ട്രസ്റ്റ് ഇഷ്യൂ വരുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും ജോസഫ് എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടോ? ജോസഫിന്റെ ജോസഫ് എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടോ? ജോസഫ് കണ്ടിട്ടുണ്ടോ? അദ്ദേഹം ഹോസ്പിറ്റലിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു ഹോസ്പിറ്റലില് ഓർഗൻസ് മാഫിയനെ കുറിച്ചൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഈ പേഷ്യൻസിന്റെ ഇൻഫർമേഷൻസ് അവർക്ക് എവിടെ കിട്ടുന്നത്? ഹോസ്പിറ്റലിൽ നിന്നല്ലേ കിട്ടുന്നത്, അല്ലെ? ഈ പേഷ്യൻസിനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തത് ഏത് ബ്ലഡ് ഗ്രൂപ്പ് ആണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എവിടെയുള്ളത് ആ ഒരു സിനിമയിൽ നോക്കുമ്പോൾ അവരുടെ ഒഫീഷ്യൽ ആയിട്ട് ആ ഹോസ്പിറ്റലിന്റെ ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ നിന്നാണ് കിട്ടുന്നത്. സോ നമുക്കറിയാൻ പറ്റും. അങ്ങനെ വരുമ്പോ എന്താണ് ട്രസ്റ്റ് ഇഷ്യൂസ് എന്തായാലും ഉണ്ടാവും, അല്ലെ? അവർക്ക് മാഫിയയുടെ ഒക്കെ കാര്യങ്ങൾ അവർ മിസ്യൂസ് ചെയ്യുന്നതാണ്. ഹോസ്പിറ്റൽസിന്റെ ഡാറ്റാസ് കാര്യങ്ങൾ മിസ്യൂസ് ചെയ്യുന്നതാണ്. സോ അവിടെ ഉള്ള വ്യക്തികൾക്ക് റെസ്പോൺസിബിൾ ആയിട്ടുള്ള വ്യക്തികൾ വിചാരിച്ചാൽ ഈ ഇൻഫർമേഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മിസ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതിൽ പ്രൊവൈഡേഴ്സിനും കസ്റ്റമേഴ്സിനൊക്കെ ഒരു ഡിസ്ലൈക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഇഷ്യൂസ് ആൻഡ് ചലഞ്ചസിൽ ഇൻട്രോ പോർട്ടബിലിറ്റി ഒന്ന് വായിച്ചു നോക്കില്ലാരും.
എല്ലാരും വായിച്ചു നോക്കിയോ? ഓക്കെ, ബാക്കിയുള്ള പോർഷൻ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. താങ്ക് യു ഓൾ. Thank you, ma'am.